friends, welcome to Shali's kitchen. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇത് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ട് 100 ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ 100 ഗ്രാം എടുക്കുള്ളൂ. ഒത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളി ഇഞ്ചിക്ക് കുറച്ച് കയ്പ്പ് രസം വരും. അപ്പോൾ ഞാൻ 100 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി അരിയുക. ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് പുളിയാണ്. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പമല്ല, അതിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇതിന് പുളി വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളത്തിൽ നമ്മൾ എടുത്തു വെക്കുക. ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ്, ഇവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം നേരെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഓക്കെ, പുളിവെള്ളം ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാം. അപ്പോൾ ഇഞ്ചിക്കറി ഇഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ശരിക്കും ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പുതിയ മൺചട്ടിയാണ്. ഇത് മയക്കെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഒന്ന് നോക്കിക്കോളൂ, പുതിയ ചട്ടി യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണേ. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ബിറ്റർ ടേസ്റ്റ് വരും, കയ്പ്പ് രസം വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓക്കെ, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക, പക്ഷേ പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേണം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ മുളകിന് എരിവ് കുറവാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലെടുക്കാം. ഇതിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഞാൻ 3 മുളക് ചെറുതാക്കി മുറിച്ചു. ഇതിൻ്റെ കളറ് മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ലൈറ്റ് ബ്രൗൺ ആവുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം, പക്ഷെ ഇത് കരിയാൻ പാടില്ല കേട്ടോ. ഈ സമയത്ത് നമ്മൾ വളരെ ലോ ഫ്ലെയിം ഇടാം. എന്നിട്ട് ഇതിലേക്ക് പൊടീസ് ഇട്ട് കൊടുക്കും. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് പുളിവെള്ളത്തിൽ ചിലപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടാവേ, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഇട്ടാൽ മതി. സോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ തീ കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ചിട്ടിരുന്നാണല്ലോ. ഇനി ഇത് നന്നായി വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഇനി ഈ സമയത്ത് ശർക്കര ഇട്ട് കൊടുക്കണം. വലിയൊരു കട്ട ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. ശർക്കര ഉണ്ടാവണം, നല്ല ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് പൊടിച്ച് ഇടുന്നുണ്ട്. ഇത് കുറച്ച് വലിയ കട്ട ശർക്കരയാണ്. സോ അപ്പോൾ നിങ്ങൾ ചെറുതാണെന്ന് വെച്ചാൽ 1 2 ഇടേണ്ടി വരും. ഓക്കെ, ഇത് പൊടിച്ചിട്ട് ഇടാം. ശർക്കര ഇട്ട് കൊടുക്കുക. ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് കറി ലീവ്സും ഇട്ട് കൊടുക്കാം. സോ ഈ സമയത്ത് നമുക്ക് കറി ലീവ്സും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വറ്റണം കേട്ടോ. ഇതിപ്പോൾ പകുതി വറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇനി ഇത് കുറച്ച് നേരം കൂടി ഇത് വറ്റിച്ചെടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ വറ്റിക്കരുത്, കാരണം ഇത് ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇത് കുറുകും. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ
എരിവും പുളിയും മധുരമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. വല്ല കുറവുണ്ടെങ്കിൽ അതിട്ടിട്ട് ബാലൻസ് ചെയ്യുക ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. പിന്നെ ഇത് കുറച്ച് നേരം കൂടി ഇത് നമ്മളുടെ ഇഞ്ചി പുളി ഇഞ്ചി നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യണത് കാരണം ഒന്നാമത് മൺചട്ടിയാണ്. അപ്പോൾ മൺചട്ടിയിൽ എന്തായാലും കുറച്ചും കൂടി ഹീറ്റ് നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഓഫ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി കുറുകി വരും. അപ്പം നമുക്കിത് താളിച്ചിടാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് താളിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഒന്ന് ചൂടാറട്ടെ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കണം ഇടുക. താളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പുളിയിഞ്ചി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല വീട്ടിൽ ഫേവറേറ്റ് ഓണസദ്യയിലെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലിസ് കിച്ചൻ. ബൈ.